DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത് ഗഡു തുക ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കിസാൻ നിധിയുടെ 20ാമത് ഗഡുവിൻ്റെ വിതരണം വരെ ഒരൊറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രി രാജ്യത്തെ മുഴുവൻ കർഷകരുടെയും അക്കൗണ്ടുകളിലേക്ക് തുക എത്തിക്കുന്ന രീതിയായിരുന്നുവെങ്കിൽ 21ാമത് ഗഡു വിതരണം വിവിധ ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ലഭിക്കുന്ന രീതിയിലായി മാറിയിരിക്കുകയാണ്. ഇതുവരെ 4 സംസ്ഥാനങ്ങളിലെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 21 ഗഡു തുക കൈമാറിക്കഴിഞ്ഞു. കേരളത്തിലെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് എന്നാണ് 21ാമത് ഗഡു തുക ലഭിക്കുന്നതെന്ന് പരിശോധിക്കാം. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഒക്ടോബർ 7-ാം തീയതി 21ാമത് ഗഡു തുക എത്തിച്ചേർന്നത്. 8.5 ലക്ഷത്തോളം കാശ്മീർ കർഷകരുടെ അക്കൗണ്ടിലേക്കാണ് 21ാമത് ഗഡു തുകയായ 2000 രൂപ എത്തിയത്. 170 കോടി രൂപയാണ് ഇതിനായി കിസാൻ നിധിയിൽ നിന്നും അനുവദിച്ചത്. നേരത്തെ കഴിഞ്ഞ മാസം സെപ്റ്റംബർ 27-ന് 3 സംസ്ഥാനങ്ങളിലെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 21ാമത് ഗഡു തുക കേന്ദ്ര സർക്കാർ കൈമാറിയിരുന്നു. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നീ 3 സംസ്ഥാനങ്ങളിലെ 27 ലക്ഷം കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് 21ാമത് ഗഡു തുക എത്തിച്ചേർന്നത്. കേന്ദ്ര കൃഷി മന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ ഒരു വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഈ 3 സംസ്ഥാനങ്ങൾക്ക് കിസാൻ നിധിയുടെ 21ാമത് ഗഡു വിതരണം കൈമാറിയത്. ഈ 3 സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് മാത്രമായി 21ാമത് ഗഡു തുക വിതരണം ചെയ്യാനുള്ള കാരണമായി കേന്ദ്ര കൃഷിമന്ത്രി പറഞ്ഞത് ആ സംസ്ഥാനങ്ങളിൽ ഈയടുത്തുണ്ടായ കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും വിളനാശവുമാണ്. വെള്ളപ്പൊക്കം മൂലം കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ഒരാശ്വാസമെന്ന രീതിയിലാണ് 21ാമത് ഗഡുവിൻ്റെ 2000 രൂപ ഈ 3 സംസ്ഥാനങ്ങളിലെ 27 ലക്ഷം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകിയത്. കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ബാക്കി സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് 21ാമത് ഗഡു തുക ഒരു ദീപാവലി സമ്മാനമായി ഒക്ടോബർ മാസത്തിൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നീ 4 മാസങ്ങളിലെ ഗഡു തുകയാണ് 21ാമത് ഗഡുവായി എത്തിച്ചേരേണ്ടത്. പൊതുവെ 3-ാം മാസങ്ങളിലാണ് ഗഡു തുക എത്തിച്ചേരുക. ഒക്ടോബർ 20 ദീപാവലി ആയതിനാൽ അതിനു മുൻപായി തന്നെ 21ാമത് ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇതുവരെയുള്ള വിതരണത്തിന് വ്യത്യസ്തമായി ഇനി വിവിധ സംസ്ഥാനങ്ങൾക്ക് വിവിധ സമയങ്ങളിലായാണോ കിസാൻ നിധിയുടെ വിതരണം ഉണ്ടാവുക, അല്ലെങ്കിൽ പഴയ പോലെ രാജ്യമൊട്ടാകെ ഒന്നായിയാണോ വിതരണം ഉണ്ടാകുക എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുന്ന രീതിയിലുള്ള അറിയിപ്പുകളൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. ഇതുവരെ പതിവ് രീതികൾ മാറി 21ാമത് ഗഡുവിൻ്റെ വിതരണം 2 വ്യത്യസ്ത ദിവസങ്ങളിലായി 4 സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. 21ാമത്തെ ഗഡു വിതരണം ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒറ്റയടിക്ക് നൽകുമോ അതോ കുറച്ച് സംസ്ഥാനങ്ങൾക്ക് വീതം വ്യത്യസ്ത തീയതികളിൽ നൽകുമോ എന്നൊന്നും ഇതുവരെ ഔദ്യോഗികമായ അറിയിപ്പൊന്നും വന്നിട്ടില്ല. നവംബർ ആദ്യം തന്നെ ബീഹാർ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിനാൽ ഈ മാസം തന്നെ ഗഡു വിതരണം ഉണ്ടാകുമെന്നേതാണ്ട് ഉറപ്പാണ്. കേന്ദ്രത്തിന്റെ ധനസഹായം വിതരണം ചെയ്യുന്ന PFMS സംവിധാനം ഇപ്പോഴും ബ്ലോക്ക് തന്നെയാണ്. PFMS സംവിധാനം ഓപ്പണായാൽ മാത്രമേ വിതരണം എന്നൊക്കെയാണ്, ഏത് രീതിയിലാണ് എന്നൊക്കെ അറിയാൻ കഴിയൂ. അതിനാൽ വരും ദിവസങ്ങളിലെ അപ്ഡേറ്റുകൾ കൂടി കാത്തിരിക്കുക. 20ാമത് ഗഡു ലഭിച്ച എല്ലാവർക്കും 21ാമത് ഗഡു തുക ലഭിക്കേണ്ടതാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഫാർമേഴ്സ് ID എടുക്കാത്തവർക്ക് തുക ലഭിക്കുവാൻ തടസ്സം നേരിടുമോ എന്ന് വ്യക്തമല്ല. ഫാർമർ ID എടുക്കുവാൻ ശ്രമിക്കുന്ന ചിലർക്ക് അത് റിജക്റ്റ് ആകുന്നതായി കാണുന്നുണ്ട്. ഫാർമർ ID അപേക്ഷ റിജക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു ഫാർമർ ID നമ്പർ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് മതിയാകുന്നതാണ്. പേരിലുള്ള മിസ്മാച്ചൊക്കെ കാരണം ഇവിടുത്തെ റവന്യൂ സെക്ഷനിൽ നിന്ന് റിജക്ഷനൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഒരു ഫാർമർ ID നമ്പർ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ നമ്പർ മതിയാകും. ഇനി ആ നമ്പർ ജനറേറ്റ് ആയിട്ടില്ലെങ്കിൽ വീണ്ടും കർഷക IDക്ക് അപേക്ഷ നൽകി ഒരു ഫാർമർ ID നമ്പർ ജനറേറ്റ് ചെയ്യാം. PM കിസാൻ സമ്മാൻ നിധിയിലുള്ള കർഷകരെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ കർഷക ID എടുക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ വന്നിരുന്നതാണ്. കർഷക ID എടുത്തിട്ടുള്ള കർഷകർക്ക് മാത്രമാണോ ഇനി കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുക എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. നിലവിൽ കിസാൻ നിധിയിലുള്ളവർ പൂർത്തീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ 4 എണ്ണമാണ്. അതായത് ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്, അതോടൊപ്പം ലാൻഡ് സീഡിംഗ്, ഇലക്ട്രോണിക് KYC എന്നീ 3 കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം വന്നിരുന്നതാണ്. അതിനുശേഷമാണിപ്പോൾ കർഷകർ അഗ്രിസ്റ്റാക്ക് ഫാർമർ IDയും ജനറേറ്റ് ചെയ്യണമെന്ന നിർദ്ദേശം എത്തിയത്. ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ മുഖേന മാത്രമായിരുന്നു കർഷക ID ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നത്. കർഷകന്റെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, സ്ഥലത്തിന്റെ കരമടച്ച രസീത് എന്നിവയാണ് കർഷക ID ജനറേറ്റ് ചെയ്യാൻ ആവശ്യമായ രേഖകൾ. പിന്നീട് കൃഷിഭവനുകൾക്ക് പുറമെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കോമൺ സർവീസ് സെന്ററുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ കർഷക ID ജനറേറ്റ് ചെയ്യുവാൻ സാധിക്കുമെന്ന അറിയിപ്പുകളും എത്തിയിരുന്നു. ഇനിയും കർഷക ID എടുക്കാത്തവർ സൈറ്റ് ഓപ്പൺ ആണോ എന്ന് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം പോയി കർഷക ID എടുക്കുക. 21ാമത് ഗഡുവിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ തന്നെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനുകൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.